നമുക്ക് phase 2 കണ്ടിന്യൂ ചെയ്യാം. phase 1ന്റെ ഫൈനൽ ടേബിൾ ആണ് നമ്മൾ phase 2 ന് ഉപയോഗിക്കുന്നത്. ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും. ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാസ് ഇൻ ദ maximization form. Maximize 5x1 plus 3x2 plus x3. നമ്മൾ പുതിയ ടേബിളിലേക്ക് phase 2ന്റെ ടേബിളിലേക്ക് കൊടുക്കുമ്പോൾ ഇനി എഴുതാൻ പോകുന്നത് ഓക്സിലറി പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ല, ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിത്ത് മിനിമൈസേഷൻ ഫോം. മിനിമൈസേഷൻ ഫോമിൽ ഉപയോഗിക്കാൻ ഓർക്കുക. അപ്പോൾ മാക്സിമൈസേഷൻ ഫോം അല്ല നമ്മൾ എഴുതേണ്ട, ഇവിടെ ഒന്ന് എഴുതി വെച്ചേക്കാം. മിനിമൈസ് -5x1 -3x3 3x2 -x3 എന്നുള്ള ഫോമിലാണ് കൊടുക്കേണ്ടത്. നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ അവസ്ഥ എന്താന്ന് നോക്കാം. x4ഉം x5ഉം ആയിരുന്നു ആർട്ടിഫിഷ്യൽ വേരിയബിൾ, അതിപ്പോൾ ബേസിസിലില്ല. അതുകൊണ്ട് p4ഉം p5ഉം നമുക്ക് പുതിയ ടേബിളിൽ ഒഴിവാക്കാം. ഈ രണ്ട് കോളംസ് വേണ്ട. അപ്പോൾ നമ്മുടെ phase 2 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിളിലേക്ക് പോകും. 3 കോളംസേ ഉള്ളൂ. ബേസിസ് b, p1, p2, p3, by, pi അത്രയേ ഉള്ളൂ. p4 p5 ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് phase 1ന്റെ ലാസ്റ്റ് ബേസിസിൽ ഇല്ല എന്ന് നമുക്ക് കാണാം. ദെൻ p1ന്റെ കോഎഫിഷ്യന്റ് -5, p2 -3 ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇവിടുന്ന് എഴുതുന്നത്, p3 -1. ദെൻ ബേസിസിൽ ആരൊക്കെയാ? അത് കഴിഞ്ഞ ടേബിളിലെ പോലെ തന്നെ x1ഉം x3ഉം ആണ് ബേസിസിൽ ഉള്ളത്. ടേബിളും കഴിഞ്ഞ ടേബിൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. 2/5 11/5 ബിയുടെ കോളത്തിൽ, p1 10, p2ന്റെ കോളത്തിൽ 2/5 1/5, p3യുടെ കോളത്തിൽ 0 1, p3 0 1. ഇതായിരിക്കും ടേബിള്. 1 2/5 0 0 1/5 1 2/5 11. പക്ഷേ കോഎഫിഷ്യൻസിന് വ്യത്യാസമുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന x1 x3 0 എന്നുള്ളത് ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിന്ന് എഴുതുന്നതാണ്. ഇനി നമ്മൾ ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ഫോമിൽ നിന്നാണ് എഴുതുന്നത്. ഈ ടേബിളിന്റെ പൊക്കത്തിലേക്ക് നോക്കുക. x1 equal to coefficient of x1 is -5, coefficient of x3 is -1. ഈ കോസ്റ്റ് കൊടുത്ത് അപ്പോൾ നെറ്റ് എവാലുവേഷൻസ് ഉറപ്പായിട്ട് മാറും. ഇതിനെ നമ്മളുടെ എഫ് എന്ന് വിളിക്കാം. മിനിമൈസ് എഫ് ഈക്വൽ ടു -5x1. നമ്മുടെ എഫ് വാല്യൂ എന്താവും? -5 × 2/5 -1 × 11/5, that is 11 + 10 നെഗറ്റീവ് -21 / 5 എന്ന് നെറ്റ് എവാലുവേഷൻ. ഇനി റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യന്റ് -5 + 5 0 -1 × 0 അത് 0 ആണ്. അപ്പോൾ ഇത് 0 ആയിരിക്കും. അല്ലെങ്കിൽ x1 ബേസിസിലുണ്ട്, x3 ബേസിസിലുണ്ട്, ഇവിടെയും 0. അപ്പോൾ ഒരു നെറ്റ് എവാലുവേഷനെ ശരിക്കും ചെയ്യാനുള്ളൂ. -3 മൈനസ് ഇത് പ്ലസ് ആയി, ഇവിടെയും പ്ലസ് ആയി. -3 + 5 × 2/5 -3 + 2 ആണ്. ദാറ്റ് ഈസ് -1. ഇത് ചെയ്താൽ -1 × 1/5, അതിന്റെ പോസിറ്റീവ്, ദാറ്റ് മീൻസ് 1/5. അപ്പോൾ -1 + 1/5, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് -4/5. -4/5 ഒരെണ്ണം നെഗറ്റീവ് ഉള്ളൂ, അതിനെ സെലക്ട് ചെയ്തു. ദെൻ വി ഹാവ് ടു എവാലുവേറ്റ് b/p2 റേഷ്യോസ്. b/p2 2/5 / 2/5 1, 11/5 / 1/5, ദാറ്റ് ഈസ് 11. അതിലെ ലീസ്റ്റ് 1 സെലക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് x2 comes into the basis, x1 goes out of the basis. x1ന്റെ പൊസിഷനിൽ x2 വരുന്നു, then x3. x2ന്റെ കോഎഫിഷ്യന്റ് മാറി -3 ആയി. x3യുടെ കോഎഫിഷ്യന്റ് -1 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഇനി ഫസ്റ്റ് റോയിൽ എന്ത് ചെയ്യണം? 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പൊസിഷനിൽ 1 വരും. 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1, ഇവിടെ 5/2, ഇവിടെ 1, ഇവിടെ 0. സെക്കൻഡ് റോയിൽ അതേസമയം എന്ത് ചെയ്യണം? 1/5 കാണുന്നത്. 1/5 കൊണ്ട് പുതിയ r1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. 11/5 സെക്കൻഡ് റോ വാസ് 11/5 0 1/5 1 എന്നുള്ളതാണ്. എഴുതാനൊന്നുമില്ല, അതിന് മാത്രം എലമെന്റ്സ് ഇല്ല. ഇനി
പുതിയ R1ലെ എലമെന്റ്സിനെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പൊസിഷനാണ് 0 ആണ്. 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 1/5 5/2 × 1/5 that is 1/2 1 × 1/5 0. then subtraction ഇത് 0 ആകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 11/5 minus 1/5 10/5 that means it is 2. subtraction 0. 0 minus 1/2 ആണ് അടുത്ത എൻട്രിക്ക് വേണ്ടി ഇവിടുത്തെ എൻട്രിക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. that means it is minus 1/2. 1/5 minus 1/5 0. 1 minus 0 1. then calculate the corresponding net evaluations. F equal to minus 3 minus 2 minus 5 x1 ചെയ്യേണ്ടി വരും. minus 5 plus 15 minus 5 plus minus minus plus 3 × 5/2 15/2. പിന്നെ എന്നാ വേണ്ടേ? പിന്നെ 3 മൈനസ് വരുന്നത്, അത് മൈനസ് ആയിരിക്കും. minus 1/2 ഇതാണ് അവിടെ വരേണ്ട വാല്യൂ. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. 2 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്താൽ ഇത് -10 ആവും ആദ്യത്തേത്. സെക്കൻഡ് വൺ ഈസ് 15. തേർഡ് വൺ ഈസ് -1. അപ്പോൾ 15ൽ നിന്ന് 10 plus 1 11 4/2 that is 2. net evaluation, corresponding net evaluation here in the column of P1 is 2. x2 in the basis, x3 in the basis calculate ചെയ്യേണ്ട കാര്യമില്ല. 0. all greater than or equal to 0. then phase 2 comes to ഞാൻ phase 2 ടേബിൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് phase 1 ടേബിൾ കണ്ടുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. നിങ്ങളുടെ ബുക്കിൽ phase 1 കഴിഞ്ഞ് അതിന് ശേഷമാണ് phase 1 എഴുതേണ്ടതെന്ന് phase 2 എഴുതേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ phase 2 ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കംപ്ലീറ്റ് ആയി. നമുക്ക് സൊല്യൂഷൻ എഴുതാം. hence the solution of the problem is minimum value of f ആദ്യം എഴുതിയേക്കാം. minimum value of f equal to -5 at x1 0, x2 1, x3 2. or maximum of question answer കൊടുക്കണം. maximum of 5x1 plus 3x2 plus x3 ആണ് ചോദിച്ചിരുന്നത്. ആ വാല്യൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈനുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ മിനിമൈസ് ചെയ്തിരിക്കുന്നത്. equal to 5 at x1 equal to 0, x2 equal to 1, x3 equal to 2. either you can use triplets or you can write the values like x1 equal to x2 equal to x3 equal to. this will be the solution of the problem. അപ്പോൾ 3 വേരിയബിൾ ഉള്ള ഒരു പ്രോബ്ലം ചെയ്തപ്പോഴാണ് 2 ഫേസിന് റിലവൻസ് ഉണ്ടായത്. 2 വേരിയബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പ്രോബ്ലംസിനൊക്കെ ഗ്രാഫിക്കൽ ഉപയോഗിച്ച് ചിലപ്പോൾ അതിലും എളുപ്പം സൊല്യൂഷൻ കൊടുക്കാവുന്നതാണ്. 3 വേരിയബിൾസ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓർഡിനറി സിംപ്ലെക്സ് അപ്ലൈ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് 2 ഫേസ് മാത്രമേ ആശ്രയമുള്ളൂ. ഇത് എല്ലാ കൺസ്ട്രെയിൻസും ഇക്വാളിറ്റി ആയിരുന്നു. ഇതിങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വരാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഉണ്ടാവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഉണ്ടാവാം, ഇക്വാളിറ്റീസ് ഉണ്ടാവാം. ഇതിലേതൊക്കെ വേണമെങ്കിലും കൺസ്ട്രെയിൻസിൽ ഉണ്ടാകാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് സ്ലാക്ക്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സർപ്ലസും ആർട്ടിഫിഷ്യലും, ഇക്വാളിറ്റീസ് ആണെങ്കിൽ സ്ലാക്കും സർപ്ലസും ആവശ്യമില്ല, ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കും. ഒരേ പ്രോബ്ലത്തിൽ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഞാൻ 2 കൺസ്ട്രെയിൻ ഉള്ള ഒരു പ്രോബ്ലം എടുത്തത്. നമ്മളിങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ 2 കൺസ്ട്രെയിൻ ഉള്ള പ്രോബ്ലം എടുത്തത്. അപ്പോൾ നിങ്ങൾ 3 കൺസ്ട്രെയിൻസ് ഉള്ള ഒരു പ്രോബ്ലം ഞാൻ വർക്ക് ചെയ്യാൻ തരാം. അത് വർക്ക് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഡിഗ്രിയിലും പരിചയമുള്ളതുകൊണ്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പരിശ്രമിച്ച് ചെയ്യാം. താങ്ക് യു.